എന്താടി എന്തായി ഇവരെല്ലാം അടുത്ത് ചോദിക്കാന്ന് പറഞ്ഞു പോയിട്ട്? നീ പോടി പല്ലി, നിന്റെ അടുത്ത് സംസാരിക്കാനുള്ള മൂഡിലൊന്നുമല്ല ഞാൻ. പല്ലിന്ന് വിളിക്കല്ലേ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പല്ലവി കിടന്ന് ഉരുളണ്ട, അപ്പൂപ്പനാക്കി വിട്ടത് ഞങ്ങളായിരുന്നു. അയ്യോ വലിയ കാര്യമായിപ്പോയി. എനിക്ക് കോടീശ്വരനാവാനേ ഒരു പൂത്ത മില്ലിന്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് വേറെ ഐഡിയ കിട്ടിയിട്ടുണ്ട്. എന്താ ഐഡിയ? നീ എന്തിനാ കിടിക്കുന്നത്? എന്തിനാ? അല്ല ഇപ്പൊ ചിരിച്ചാലേ ഐഡിയ കേട്ടതിന് ശേഷം കുറച്ച് ചിരിച്ചാൽ മതിയല്ലോ. അയ്യോ ഭയങ്കര ബുദ്ധി. ചിറ്റപ്പൻ പറയറ്റപ്പാ, ചിറ്റപ്പന്റെ ഐഡിയ. വേണ്ട ഞാനൊന്നും പറയുന്നില്ല, നീ ഒന്നും ശരിയല്ല, നീ പോ. അച്ഛാ, ചിറ്റപ്പന് ഒരു ബിസിനസ് ഐഡിയ കിട്ടി. തന്നെടാ? എന്ത് ബിസിനസ്സാ? നിങ്ങളടുത്ത് പറയേണ്ട കാര്യമില്ലല്ലേ? അയ്യേ പേടി. എടാ, ഒരു ബിസിനസ്സുകാരന് ആദ്യം വേണ്ടതെന്നറിയോ? ധൈര്യമാണ്. ധൈര്യത്തോടെ ഏത് മണ്ടത്തരവും വെട്ടി തുറന്ന് പറയാനുള്ള ധൈര്യം. സുമേഷിന് ആവശ്യത്തിൽ കൂടുതൽ ധൈര്യമൊക്കെ ഉണ്ട്. എന്നാ പിന്നെ പറ. അതിന്റെ കാര്യമില്ലല്ലേ? പറയടാ അങ്ങോട്ട്. പായല് കൃഷി. പായല? പായല് കൃഷി. എന്തിനാ പായല് കൃഷിയാണ്? പായലുകൊണ്ട് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും അണിഞ്ഞൂടല്ലേ? അഥവാ പായലുകൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ നാട്ടിൽ ഏത് തോട്ടി ഇറങ്ങി നോക്കിയാലും പായൽ കിട്ടൂലേ? പിന്നെ എന്തിനു നീ കൃഷിയാണ്? അത് ശരിയാണല്ലോ. നിനക്ക് ആര് ഈ ഐഡിയ പറഞ്ഞത്? കൂട്ടുകാരൻ. നീ എന്തിനാ കിളിക്കുന്നേ? നീ നേരത്തെ വന്നില്ലേ കിളിക്കത്തില്ല? കൺട്രോൾ ചെയ്യാൻ ആർക്കായാലും ഒരു പരിധിയില്ലേ? എടാ, നീ ഒരു കാര്യം ചെയ്യ്. സുമേഷിന്റെ 101 ബിസിനസ് ഐഡിയകൾ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ഇറക്ക്. ആൾക്കാർ ചിരിച്ചു മാറിയും നിനക്ക് കോടീശ്വരനാവുകയും ചെയ്യാടാ. ഞാൻ ചുമച്ചെന്ന് മരിക്കും, ചിരിച്ചിരിച്ചെന്ന് മരിക്കും. ഒരുപാടങ്ങ് മൂപ്പിക്കല്ലേ? ചുറ്റപ്പനാന്ന് ഓർമ്മ വേണം. പറ്റിയൊരു പാട്ടുണ്ടായിരുന്നില്ല ചേച്ചി? ഏതാ? പൊട്ടനായിരുന്നു ഞാൻ പാട്ട് പാടാനറിയാതെ, പൊട്ടനായിരുന്നു ഞാൻ പാട്ട് പാടാനറിയാതെ. ഒന്ന് പോടാ തരത്തി കളി. എന്തിനു ഒത്തുകൊണ്ടാ നിങ്ങൾ എല്ലാരും കൂടെ ആ ചെറുക്കനെ ഇങ്ങനെ തളർത്തി കളയുന്നേ? അവന്റെ സംസാരം നീ കേട്ടിട്ടുള്ളതല്ലേ? മനുഷ്യനെ തളർത്താതെ എങ്ങനെ ഇരിക്കും? ശരി, അവൻ പുതിയ ബിസിനസ് തുടങ്ങാൻ പോണ്. എന്തെന്നറിയോ? പായല് കൃഷി. കാര്യം അവൻ പറയുന്ന 99.9% കാര്യങ്ങൾ മണ്ടത്തരമാണ് എന്ന് വെച്ചിട്ട് എല്ലാരും കൂടി ഇങ്ങനെ കൂട്ടം കൂടുന്നവനെ കളിയാക്കാൻ പാടുണ്ടോ? ഒരു തഞ്ചത്തിൽ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ? അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അറിയാതെ നമ്മളങ്ങ് കളിയാക്കി പോകും. അങ്ങനെ ഒരു പ്രതിഭാസമാണ് അവൻ. ഞാനേ കോടീശ്വരനാവും പുതിയൊരു ഐഡിയ കണ്ടുപിടിച്ചു. എന്റെ കൂട്ടുകാരൻ പറഞ്ഞു തന്ന ഐഡിയ തന്നെ. അതൊക്കെ തന്നെ, പക്ഷെ പായലൊന്നുമല്ല, ഇത് നടക്കുന്ന കേസാ. എന്നിട്ട് നിനക്കെന്തൊരു വിഷമം? അപ്പൊ ഇത് നല്ല ഐഡിയ ആയിരിക്കും. പറയാടാ, എന്താണ്? ഞാനൊരു കോടീശ്വരിയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. കേട്ടാ? എങ്ങനെ കളിയാക്കാതിരിക്കും? കളിയാക്കൊന്നും വേണ്ട, ഇത് ഏകദേശം ഉറച്ച മട്ട ഉള്ളതാണോടാ? എന്നിട്ട് നീ എന്താടാ ജീവിച്ച മുമ്പാലും നിൽക്കണേ? ഓ, സുപ്രിയ തേച്ചന്റെ വിഷമായിരിക്കും അവന്. അല്ല, പിന്നെ പെണ്ണിന് 45 വയസ്സും എന്റെ പ്രായമുള്ളൊരു മോനും. ദൈവമേ, ദത്ത് വിവാഹം. ദത്ത് വിവാഹം നിനക്ക് എന്തടാ? ഞാൻ കോടീശ്വരാന്ന് നോക്കിയിട്ട് നിങ്ങൾ ആരും സമ്മതിച്ചൊന്നുമില്ലല്ലേ. പിന്നെ സുപ്രിയന്റെ അച്ഛന്റെ ബിസിനസ് കുറച്ച് ഡള്ള. ഞാൻ പിന്നെ മുന്നും നോക്കിയില്ല. നീ എന്തൊക്കെയാണോ ഈ പറയുന്നത്? ഞാൻ മര്യാദയ്ക്ക് കോടീശ്വരാ നോക്കിയപ്പോൾ ആരും സമ്മതിച്ചൊന്നുമില്ലല്ലോ. എനിക്ക് പിന്നെ വേറെ വഴിയൊന്നും കണ്ടില്ല. 45 വയസ്സും നിന്റെ അത്ര ഉള്ളൊരു മോനോ? അയ്യേ, എന്തോന്ന് അയ്യേ, തൻ്റെതല്ലായ കാരണത്താ ഡിവോഴ്സ് ആയ ഒരു പാവ സ്ത്രീ അത്. ഞാനേ പിന്നെ മനസ്സ് നോക്കി ആൾക്കാരെ സ്നേഹിക്കാറുള്ളൂ. നീ എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു ഹൗസിംഗ് ലോണിൽ അപേക്ഷിച്ചിട്ടാ ഞാൻ വീട് മാറിപ്പോകാൻ പോകണം. എനിക്കിത് കണ്ടും കേട്ടൊന്നും ഇവിടെ നിൽക്കാൻ പറ്റൂല. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഞാൻ അവർക്ക് വാക്ക് കൊടുത്ത് എനിക്ക് വേറെ വഴിയൊന്നുമില്ല. എനിക്ക് കുറച്ച് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാറുണ്ട്. ഞാൻ പോയിട്ട് വരാം. അപ്പൊ ശരി, എന്നാ കാര്യങ്ങൾ കിടക്കട്ടെ. എന്നെ ഒന്ന് ഉള്ളിക്കേ. ഉള്ളതാണോന്ന് അറിയാനാ? ഉള്ളതൊക്കെ തന്നെ. വാ, അച്ഛൻ്റെ അമ്മയടുത്തും പോയി പറയാം. വേഗം വാ. എടി ലളിതേ, ഞാൻ ആലോചിച്ചിട്ടെ ആ മില്ലെങ്കിൽ സുമേഷ് കൊടുത്താലോ? കൊടുക്കണം എൻ്റെ അഭിപ്രായം. ആ ചെക്കൻ എന്തെങ്കിലും ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കുമല്ലോ. അല്ലെങ്കിൽ വേണ്ട, അത് ശരിയാവില്ല. നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കുമോ മനുഷ്യൻ? ഞാൻ അവിടെ ഉറച്ചിരിക്കുമല്ലേ. അമ്മയ്ക്ക് ഒരു പുതിയ കൂട്ടുകാരെ കിട്ടാം. കൂട്ടുകാരിയോ? 2 in 1 കൂട്ടുകാരി മാത്രമല്ല വരുമ്പോളും. നീ എന്തൊക്കെയാണ് മോളായി പറയുന്നത്? അച്ഛാ, സുമേഷേ അവന്റെ അത്ര വലിയ മോനുള്ള ഒരു 45 വയസ്സുകാരിയെ കെട്ടാൻ പോണം. എന്തൊക്കെയാ ഈ ചെക്കൻ പറയുന്നത്? തന്റേതല്ലാത്ത കാരണത്താൽ ഡിവോഴ്സ് ആയ ഒരു കോടീശ്വരി. അതിപ്പോ ഡിവോഴ്സ് ആരെങ്കിലും തന്റെ കോട്ടം കൊണ്ടാണെന്ന് പറയൂ? അവരുടെ ഡിവോഴ്സ് ആരുടെ കുറ്റം കൊണ്ട് നടന്നെന്നുള്ളതാണോ അപ്പൊ ഇവിടുത്തെ പ്രശ്നം? പെട്ടെന്ന് കോടീശ്വരനാവാനേ ഇതേ ഉള്ളു മാർഗം എന്ന് പറഞ്ഞാൽ വാക്ക് കൊടുത്തു. അച്ഛാ, ഞാനൊരു 45 വയസ്സുകാരി അനിയത്തിന്ന് വിളിക്കേണ്ടി വരുമോ? ഓ, ഈ 45 വയസ്സെന്ന് പറയുന്ന അത്ര വലിയ പ്രായമൊന്നുമല്ല. എന്നാ അമ്മ ഒരു കാര്യം ചെയ്യ്,
വിളക്കും താലവും എടുത്തിട്ട് അവളെ വിളിച്ച് കാലത്ത് കയറ്റ്. എടേ എന്നിട്ട് അവരെവിടെ? അവൻ കല്യാണത്തിന് ചില കാര്യങ്ങൾ ചെയ്യാണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയിരിക്കുക. അതുവരെ ആയോ കാര്യങ്ങള്? അയ്യോ, ഈ ചെറുക്കനെ കാരണം വെളിയിറങ്ങി നടക്കാൻ പറ്റൂലെന്നാണ് തോന്നണം. എനിക്കതല്ല, അവന്റെ അത്രയും പ്രായമുള്ള ഒരു മോനെന്ന് പറയുമ്പോഴേ അവൻ മോനെന്ന് വിളിക്കോ മച്ചാനെന്ന് വിളിക്കോ? മച്ചാ മോനെ എന്ന് വിളിക്കും. അവനൊന്നും വിളിക്കൂല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അവളെ ഈ വീട്ടിനകത്ത് കയറ്റൂല. അല്ല എന്തിനാ അവരെ പറയുന്നേ? ആ സ്ത്രീ എന്ത് വിളിച്ചു? നിനക്കെന്ത് ഇത്ര സഹതാപം? എന്നാ പോടാ അവിടുന്ന്. നിങ്ങൾ അവൻ ആ മില്ല് എഴുതി കൊടുക്കും മനുഷ്യ. അവനെ കല്യാണത്തിൽ നന്നേരം മാറിക്കോളുന്നേ. അതെനിക്കൊന്ന് ആലോചിക്കണം. ആലോചിച്ചോണ്ട് ഇവിടെ ഇരുന്നോ. പോത്തുപോലെ വളർന്ന ഒരുത്തനെ ചെറുമോനെന്ന് വിളിക്കേണ്ടി വന്നിരുന്നാൽ എച്ചി തന്നെ വിടരുത്. എടേ അതല്ല, എന്നെ ഏതല്ല ഈ ബില്ല് കൊടുക്കാതെ കല്യാണം മുടക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. പറ്റൂലേ കൊടുത്താ പോരെ. ഓ അത് മതി. കുറച്ച് കടുപ്പം തന്നെ അച്ഛാ അച്ഛന്റെ കാര്യം. ഈ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കണതിനെക്കാട്ടി വേറെ എന്തെങ്കിലും ചെയ്യണേ. വന്നോ. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നോ എന്റെ ദൈവം എവിടെ. നീയൊന്നും കാണേണ്ടി വരില്ല. ഞാൻ എന്തായാലും ബില്ലൊന്നും കൊടുക്കൂല. അത് ഞാൻ തീരുമാനിച്ചതാ. ശരിക്കും കൊടുക്കൂലേ? ഞാൻ ബില്ലൊന്നും കൊടുക്കൂല. അച്ഛൻ ഞാൻ അന്നേരം അച്ഛനോട് പറഞ്ഞല്ലേ, അതാ മില്ല് കൊടുത്താൽ തീരുന്ന പ്രശ്നമുള്ളൂ. അവൻ അവിടെ നിന്ന് പൊടിപ്പിക്കോ വാരോ എന്തിനും ചെയ്യട്ടെ. ഇത് ബോഡി കൊച്ച എവിടുന്ന്? എന്റെ മില്ലൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അവൻ വേണമെങ്കിലേ അവൻ 45 കെട്ടിക്കോട്ട്. അയ്യേ